കല്ലുമ്മക്കായ കത്തിക്കാന്ന് പറയും. അത് ഫുള്ള് ക്ലീനാക്കി നല്ല ക്ലീനാക്കി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് പൊളിക്കാട്ടോ നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ കത്തി കയറ്റിയിട്ട് ഇങ്ങനെ പതുക്കെ ഇതാക്കിയിട്ട് ഇങ്ങനെ പൊളിച്ച് വെക്കുക. ഇവിടെ നിന്ന് വേറിടാത്ത പോലത്തിന് ഇവിടെ നിന്ന് വേറിടാത്ത പോലത്തിൽ ഇതിങ്ങനെ വയ്ക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ കൗത്തി വയ്ക്കുക. അതിൻ്റെ വെള്ളം ഇതിൽ വരുന്ന വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അമ്മ നല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ക്ലിയർ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനവിടെ കക്ക റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വൈഫിന് പിന്നെ പണി എന്താ വെച്ചാൽ പെരിഞ്ചീരകവും പിന്നെ വല്യുള്ളിയും ഇതൊക്കെ കൂടി ഒന്ന് അരച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരച്ച് സെറ്റാക്കി വെക്കുക എന്നുള്ള പണി കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് പിന്നെ എന്താ വെച്ചാൽ ഈ പച്ചരി കുറച്ച് മുന്നേ 2-3 മണിക്കൂർ മുന്നേ പുതിർത്തിയൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കൽ കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ അതിനൊരു നാക്ക് കിട്ടും. കാരണം ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ പുട്ടുംപൊടി അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുള്ള കേട്ടോ കൂടുതലായിട്ടും. സാധനം കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് നേരം വൈകിക്കണം. അതുകൊണ്ടാട്ടോ ഇങ്ങനെ തുടങ്ങിയത്. അരിപ്പൊടിയാണ്, അരിയാണ് ഇടേണ്ടത്. അരിയില്ല, പച്ചരിയാ എന്തെങ്കിലും അരിയാണ് ഇടേണ്ടത്. പക്ഷെ അതിനുള്ള ടൈമില്ല. പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുമ്പോൾ അത് എന്നിട്ട് പിന്നെ അരയ്ക്കുക. അപ്പോൾ ഇനി പച്ചരി ഇട്ടിട്ട് ഇതാക്കാനുള്ള ടൈമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ നിലവിൽ അരിമാവ്, പെരിഞ്ചീരകം, പിന്നെന്തൊക്കെയിട്ട് വല്യുള്ളി ചതച്ചത് അല്ലേ. വല്യുള്ളി ചതച്ചത് നെക്സ്റ്റ് ഇത് 3 ഇട്ടുകാണ്ട് ഇപ്പോൾ ഇതാ അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഇതാ കല്ലുമ്മക്കായ അതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതട്ടോ അപ്പോൾ ഒന്നിങ്ങനെ റെഡിയായി. കുറച്ച് ചേർത്താളാ നല്ലതല്ലേ. അപ്പോൾ ഇനിയുള്ള പണി ഇഡ്ഡലി പാത്രം കേട്ടോ. ഇഡ്ഡലി പാത്രം കഴുകിക്കാണ്ട് വെള്ളം വെക്കണം കേട്ടോ. അത് ഇവിടെ തൊട്ട് ഏതാണ്ടൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അപ്പം ഇനി പുഴുങ്ങിയെടുക്കാണ്ട് കേട്ടോ, അതിൻ്റെ പരിപാടിയാണ്. ഇവിടെ ഇട്ടിച്ചമ്പിൻ്റെ പാത്രം വെച്ചാണ് ഒരു പാത്രക്കാരൻ്റെ മേടിക്കൊണ്ടിരിക്കുന്നത്. കച്ചറ കുട്ടി, അപ്പി കുട്ടി കേട്ടാ. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി റെഡിയാക്കിക്കൊണ്ടിരിക്കുക തൈക്കുള്ള. അപ്പം ഇനി ഇത് നമ്മൾ ആവിക്ക് വേവിക്കാനുള്ള വെള്ളമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതാ കുക്കറിൻ്റെ പാത്രം വെക്കാണ്ട് അത് വെച്ചിട്ട് വേണം ഞാൻ ആവിക്ക് വെക്കാമല്ലോ കേട്ടോ. അപ്പോൾ വെച്ചാട്ടെ. അപ്പോൾ കുക്കറിൻ്റെ പാത്രം വെക്കട്ടെ. ഇങ്ങനെ കഴുത്തി വെച്ചാൽ അവിടെ ഒതുങ്ങി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ച് ഇനി ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചാൽ കേട്ടോ. അപ്പോൾ അതേട്ടോ വെക്കേണ്ടത് ആവിക്ക് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്.
അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കല്ലുമ്മക്കായ നിറച്ചത് നേരെ ആവിക്ക് റെഡിയാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആവിക്ക് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ നിറച്ചതിന് ശേഷം ഇങ്ങനെ കുറച്ച് ഒരു നമ്മൾ ചെറിയതൊന്നുമല്ലല്ലോ നമ്മളെ കുക്കർ എന്ന് പറയേണ്ടത്, ചെറിയതൊരു തന്നെ വലിയ ഒന്നല്ലല്ലോ കേട്ടോ. കുക്കറല്ല, നമ്മളെ ആവിക്ക് പിടിക്കുന്ന ഇഡ്ഡലി പാത്രം, ചെറിയൊരു സാധനം ആയതുകൊണ്ട് അപ്പോൾ കൂടുതലായിട്ട് അതിൽ പോകില്ല കേട്ടോ. കുറച്ച് സംഗതി അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയുള്ളൂ. പക്ഷേ കൂടുതൽ ഇത് പോകണമെന്നുണ്ടെങ്കിൽ വലിയൊക്കെ ആവിപാത്രമൊക്കെ ആണെങ്കിൽ തിരക്കിടില്ല കേട്ടോ. അപ്പോൾ അതിൽ മൂടിക്കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ നമുക്ക് എന്ത് വെച്ചാൽ അതിലേക്കുള്ള മസാല സെറ്റ് ഒന്ന് പൊരിച്ചെടുക്കാൻ നോർമലി പൊരിച്ചെടുക്കുന്ന കേട്ടോ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ നോർമലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കാണുമെന്ന് റെഡിയാക്കി വെച്ചിട്ടാണല്ലോ, കൂടുതലായിട്ടൊന്നുമില്ല പൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ സാധനം എന്താ വെച്ചാൽ ഒരു 2 ഘട്ടമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. ഒറ്റ ഘട്ടമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. നമ്മളിപ്പോൾ ഇപ്പോൾ തന്നെ ഒറ്റയടിക്കാനാണ് പൊരിച്ചതാക്കിയാണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ആദ്യം പുഴുങ്ങിയെടുക്കണം, പുഴുങ്ങിയെടുത്തതിന് ശേഷം പിന്നെ പൊരിച്ചിട്ട് എടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു 2-3 ഘട്ടം പരിപാടി ഉണ്ട് കേട്ടത്. സംഭവം എന്തിരുന്നാലും നല്ല ടേസ്റ്റ് ഒഴിച്ച സാധനമാണ്. എന്താ വെച്ചാൽ ഇതിപ്പോൾ ഈ ഒഴിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ വെള്ളമായിട്ടാണ്. നമ്മുടെ കക്ക സെൻറ്റർ പൊളിച്ചിങ്ങാണ്ട് കമുത്തി വെച്ചല്ലേ നമ്മൾ. അപ്പോൾ ആ വെള്ളം ഊറ്റിയിട്ട് നമ്മൾ ഈ ഓട്ടപാത്രത്തിൽ നിന്ന് ഊറ്റിങ്ങാണ്ട് നേരെ നമ്മൾ മാറ്റി വെച്ചാട്ടെ ഈ വെള്ളം. അതാകുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ആ കക്കൻ്റെ ചൊയയും കക്കൻ്റെ ഒരു ഉപ്പുരസം ഒക്കെ അതിലുണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു ഇതായിട്ട് സംഗതി. അപ്പോൾ ഇത് നമ്മൾ ആ ഗ്യാപ്പിൽ നമ്മുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടാണ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പൊരിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ കൂടുതലായിട്ടൊന്നുമില്ല എന്നിരുന്നാലും. അപ്പോൾ പാത്രം വെച്ചുകൊണ്ട് നമ്മൾ ചൂടാറാനുള്ള ടൈമുണ്ട്. ഒന്ന് പാത്രം ഒന്ന് സെറ്റായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം വേണം എന്തായാലും കുറച്ച് കഴിയും നമുക്ക് ഇനി ഇതാക്കിയിട്ട് പൊരിച്ചെടുക്കണമെങ്കിൽ. കാരണം മസാലയൊക്കെ ഇതാക്കി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ട് എടുക്കുമ്പോഴേക്കും ആ എണ്ണയൊക്കെ ചൂടാകണ്ട. കാരണം ഓയിലാണ് ഉപയോഗിച്ച് കേട്ടോ നമ്മൾ പൊരിക്കാൻ. സൺഫ്ലവർ ഓയിലായാലും പാം ഓയിലായാലും ഒക്കെ ഓയിലിൻ്റെ കാര്യമൊക്കെ പറയണമെങ്കിൽ ഒക്കെ കണക്ക് തന്നെയാണ്. ഒന്നും നല്ലതെന്ന് പറയാനില്ല. പിന്നെ പക്ക വെളിച്ചെണ്ണ ആണെങ്കിൽ അത് പിന്നെ ഒന്നും കൂടി ബെറ്ററാവും. പക്ഷേ വെളിച്ചെണ്ണ ഇപ്പം എന്താ വെച്ചാൽ വെളിച്ചെണ്ണയുടെ വലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഓയിലാക്കിയതാട്ടോ മൊത്തത്തിൽ പൊരിക്കാനുള്ളത്. അപ്പോൾ അതാണ് ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അതാണ് നല്ലത്. അപ്പോൾ എല്ലാം വെന്ത് ഏതാണ്ടൊക്കെ വന്നിട്ട് ഇനി ഒന്നും ഇങ്ങോട്ട് സിക്കാക്കിയാൽ മതി. അപ്പോൾ അടുത്ത ബാച്ച് ഇട്ടുകൊണ്ടിരിക്കട്ടെ ഇനി. അപ്പം നമ്മുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേവേ ആയിട്ട് വേണം നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ. സെറ്റ് അപ്പോൾ തൊട്ട് നമ്മളെ കല്ലുമ്മക്കായ മസാലേൻ്റെ മിക്സിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വേണം ഇനി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ കല്ലുമ്മക്കായ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്നാവും കേട്ടോ, നല്ല വലുതായതുകൊണ്ട്. അപ്പോൾ തൊട്ടാ എല്ലാം റെഡിയായി. അപ്പോൾ നമ്മൾ കോരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ ഇട്ടുങ്ങാണ്ട് അതിലാണ് ഇടേണ്ടത് കേട്ടോ. ന്യൂസ് പേപ്പർ നല്ലതൊന്നുമല്ല, എന്നിരുന്നാലും വൈറ്റ് പേപ്പർ കിട്ടാത്തതുകൊണ്ടാണ് ന്യൂസ് പേപ്പർ ഇടേണ്ടത്. അപ്പോൾ തൊട്ടാ എണ്ണയ്ക്ക് ഏതാണ്ട് വാർന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ അടുത്ത ബാച്ച് ഇതാ ഇട്ടുകൊണ്ടിരിക്കട്ടോ. അപ്പം ഞാൻ അടുത്ത പൊരിച്ചെടുക്കാനുള്ള സംഗതി ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ചായക്കടിക്കുള്ള പൂള ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കട്ടെ അമ്മ. നമ്മൾ കല്ലുമ്മക്കായ ഓരോന്നോരോന്നായിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ സെറ്റായിട്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പോൾ അതെ നമ്മുടെ കല്ലുമ്മക്കായ ഫ്രൈ അപ്പോൾ റെഡി ആയിട്ടാ. കഴിച്ചോക്കെ എന്താ പാട് ചിന്നോക്ക ആ പാത്രത്തിൽ തിന്നോക്ക് ഇങ്ങോട്ട് തരണേ. സെറ്റായിരിക്കും. ഇതിൻ്റെ ചോയ കണ്ടു ഇവിടെ അങ്ങോട്ട് കടിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലും ഇതിൻ്റെ ചോയ അതും കണ്ടൊരു വേറൊരു വൈബ്. ഓക്കെ, അപ്പം ബാക്കി വീഡിയോ രസമുണ്ടാ? ആ ഇറച്ചിയുള്ള ഭാഗം അത് നല്ല രസമാണ്. അതിൻ്റെ ആ കക്കൻ്റെ ചോയൊക്കെ ഇങ്ങോട്ട് ഇട്ടുമ്പോൾ നല്ല രസമാണ്. ഇത് നമ്മളവിടെ പോയാൽ 1-ന് 15 ഉറുപ്പിക എടുത്താണ് നമ്മൾ കഴിക്കുന്നത്. ഞങ്ങളെ കഷ്ടപ്പാടിട്ടുണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ. അത്രയും പൊരിച്ചെടുത്ത് പൊരിഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണ്ടേ, അല്ലാതെ അപ്പോൾ ഒറ്റയടിക്ക് ആയി കിട്ടൂലല്ലോ. അപ്പോൾ ഏതായാലും ഇതെല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് തപ്പലുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ബൈ.